ഉണ്ടോ? നല്ല വേദനയുണ്ട് മക്കളെ. പടവലത്തെ പറമ്പ് മൊത്തം നടന്നല്ലയോ. அம்மா நீங்க இங்க படிக்கிறீங்களா? ഭയങ്കര ക്ഷീണം കൊച്ചേ. சரி, உங்களை இங்க விட்டுட்டு நம்ம கேசு எங்க போனா? അത് അവൻ എന്നെ ഇവിടോട്ട് വിട്ടിട്ട് എന്തോ ഡോക്ടറുടെ ഓട്ടം ഉണ്ടെന്നും പറഞ്ഞോണ്ട് പോയി. அம்மா எப்படி இருந்ததம்மா? அவன் நல்லா ஓட்டுறானா வண்டி? പിന്നെ നല്ല ഓട്ടും. ഞാൻ ജീവൻ പണയം വെച്ചാ വണ്ടിയിലിരുന്നേ. എന്തൊരു സ്പീഡായി കൊച്ചിന്. ദേ വണ്ടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെയൊക്കെയാ കൊണ്ടുവന്ന്, നല്ല സ്റ്റൈലിലൊക്കെയാ കൊണ്ടുവന്ന്. ഞാൻ പേടിച്ച അതിനകത്ത് ഇരുന്നേ. அம்மா அவன் சாப்பிட கூட வரலம்மா. ഇനി അവൻ സാപ്പിടാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഓട്ടോ കൈ കിട്ടിയില്ലയോ. ഒന്നാമത് അവന് വണ്ടി എന്ന് വെച്ചാൽ ജീവനാ. അപ്പൊ പിന്നെ പറയാനുണ്ടോ? ഇനി ഊണും ഉറക്കം ഒക്കെ അതിനകത്തിലായിരിക്കും. അവനക്ക് വണ്ടീനാ ഉസിറുതാമ്മ. ഉശിര് തന്നെ. പക്ഷെ ഡീസൽ അടിക്കാൻ കാശ് ഞാനാ കൊടുക്കുന്നേ. ഓട്ടം പോയിട്ട് ആരും കാശ് കൊടുക്കുന്നില്ലെന്നേ. അയ്യോ അളിയാ അളിയാ ஆமாமா கேஸோட சத்தம் தான். ഇനി എന്തോന്നാ? അളിയാ അളിയാ എന്തോളിയാ? എന്താടാ? എന്താ കാര്യം പറ. ആളിന്റെ അടുത്ത് പറയാം. എന്താടാ? അളിയാ പോവാ. എങ്ങോട്ട് പോവാന്ന്? സമയല്ലേ സംസാരിച്ചിരിക്കാൻ പോവാ. എടാ എങ്ങോട്ട്? അളിയ ആവശ്യമുണ്ട് പോവാ. എടാ എന്തോ കാര്യം പറ. വണ്ടി ഇടിച്ച്. എന്റെ ദേവി. പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. டேய் அந்த ஆளுக்கு ஏதாவது ஆச்சாடா கேசு? എന്താ நீ தானே சொன்ன ஒருத்தனை இடிச்சேன்னு. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഞാൻ ആരെ അടിച്ചൊന്നുമില്ല. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ ഇങ്ങനെ ഓടിച്ചോണ്ട് പോണ വഴിക്ക് ടക്കന ഒരു ബൈക്കാരൻ നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു വരവ്. ഞാൻ അവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി 360 ഡിഗ്രി വണ്ടി പിടിച്ച് ഒറ്റ കറങ്ങി ചെന്ന് നേരെ കയറിയത് നമ്മുടെ എഞ്ചിനീയറുടെ വീട്ടിലോട്ട്. ദൈവമേ. എന്തോ ദൈവത്തിന് പുള്ളി അവിടെ ഗേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഗേറ്റ് പിടിച്ച് പൊളിച്ചിട്ട് പത്രം വായിച്ചിട്ടിരുന്ന പുള്ളിയുടെ തൊട്ടടുത്ത് കൊണ്ട് വണ്ടിയൊക്കെ മാറി. എടാ നിനക്ക് ബ്രേക്ക് പിടിച്ചുകൂടായിരുന്നാടാ? ആ സമയത്ത് ബ്രേക്ക് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടണ്ടേ, നടക്കണ്ടേ. ഒരു അബദ്ധം പറ്റി ആക്സിലേറ്റർ കൂടെ അവൻ കൂട്ടി കൊടുത്തു. പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി ഓടി കേട്ടോ. എന്തിന് നീ ഇറങ്ങി ഓടിയെന്തിന്? ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട്, ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കണേന്ന്. അപ്പം ആരെങ്കിലും എന്നെ കൈ കിട്ടി കഴിഞ്ഞാൽ എടുത്തു വെച്ച് സമയമില്ല. എങ്ങോട്ട്? അതന്നെ ഓട്ടോ ഇടിച്ചല്ലോ. ഓട്ടോയ്ക്ക് ഒരു 10,000 രൂപയുടെ പണി കാണും. പിന്നെ ഗേറ്റിന് ഒരു 15,000 രൂപയുടെ പണിയെങ്കിലും കുറഞ്ഞത് കാണും. മറ്റേ തള്ളണ ഗേറ്റ് ആയിരുന്നു വലിയ. ഓട്ടോടെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ രതീശനോട് ചെയ്യാൻ പറ. നീ എന്നെ കൊണ്ട് ഇടിച്ചത് പുള്ളിയുടെ വണ്ടിയില്ല, പുള്ളിയല്ല തന്നു വിട്ടത്. പുള്ളി അല്ല തന്നു വിട്ടത്. പിന്നെ പുള്ളി വേണ്ടെന്നൊരു 100 തവണയിലും പറഞ്ഞാണ്. ഞാൻ നിർബന്ധിച്ച് എരന്ന് മേടിച്ചോണ്ട് വന്നതാ. എന്റെ ദൈവമേ, നീ 20-25,000 എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അളിയൻ തരും. ഞാനോ? എനിക്ക് തന്നെ പറ്റുന്നില്ല. കേശോടാ, ആ കർച്ചീഫ് ഒന്ന് തരാമോ? $25,000 പോയേ പോച്ച്.